ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിത് കാണാൻ പോകുന്നത് 2003 പുറത്തിറങ്ങിയിട്ടുള്ള ദ മോൺസ്റ്റാർച്ചർ എന്ന ഒരു കിഡ്ലൻ സർവൈവൽ മൂവിയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളൊരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒരുപാട് ആളുകൾ ശരിയായിട്ടുള്ള ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നറുക്കിട്ടിട്ട് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദിത്യ കൃഷ്ണ 5 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂസറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. അതുപോലെ തന്നെ മെയിൽ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആദിത്യ കൃഷ്ണയ്ക്ക് ഗിഫ്റ്റ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. വരുന്ന ആഴ്ചകളിൽ നമ്മൾ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോൾ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ചില സയന്റിസ്റ്റുകൾ മരുഭൂമിക്ക് നടുവിലായിട്ട് എന്തോ ഒന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മണലിന്റെയും കല്ലിന്റെയും ഒരുപാട് സാമ്പിളുകൾ എടുത്ത് ഇവർ ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇവരിവിടെ കിടന്ന് ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ മരുഭൂമിയിൽ എവിടെയോ മണ്ണിനടിയിലായിട്ട് ഒരുപാട് സ്വർണ്ണം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഒരു നിധി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ചില ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ അടിയിൽ എന്തൊക്കെയോ പൈപ്പിന്റെ കണക്ഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവർക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കിട്ടിയിട്ടുള്ള ഡയറക്ഷൻ വെച്ചിട്ട് അവർ മുന്നോട്ടേക്ക് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മണലിങ്ങനെ കൂന പോലെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുകയാണ്. കയ്യിലുണ്ടായിരുന്ന ബോംബുകൾ ഉപയോഗിച്ചിട്ട് ആ ഒരു മണ്ണിന്റെ കൂന അവരിപ്പോ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു സയന്റിസ്റ്റ് ഉള്ളിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ നിന്നും കാണാൻ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോൺസ്റ്റർ പുറത്തേക്ക് ചാടുകയാണ്. അതിപ്പോ അയാളെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് കൊല്ലുന്നുണ്ട്. അത് മാത്രമല്ല, പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന മറ്റുള്ള ആളുകളെയും അത് ആക്രമിച്ച് കൊല്ലുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റിനെ കാണിക്കുകയാണ്. ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ. കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ഇവൻ സ്വന്തമായിട്ട് ഒരു റഡാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ചെറിയൊരു ഹീറ്റ് സിഗ്നേച്ചർ വരെ ഇവർക്ക് കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹീറോ ഇപ്പോൾ ഒരു കമ്പനിയിൽ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ അവന്റെ ബോസ് അവനെ കാണാനായിട്ട് വരുന്നുണ്ട്. ആഫ്രിക്കൻ മരുഭൂമിയിൽ എവിടെയോ വെച്ചിട്ട് ഒരു 3 സയന്റിസ്റ്റുകളെ കാണാതെ ആയിട്ടുണ്ട്. അവരെ തെരഞ്ഞിട്ട് ഒരു സെർച്ച് പാർട്ടി പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നീയും അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ്. ഹീറോ ആണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയിട്ട് നേരെ വന്ന് ഇറങ്ങുകയാണ്. ഹീറോയെ റിസീവ് ചെയ്യാനായിട്ട് ജോൺ എന്ന പേരിൽ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജോണ് ഹീറോയെ ട്രക്കിൽ കയറ്റിയിട്ട് അവരുടെ ആ ഒരു ക്യാമ്പിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ജോണിന്റെ മുഴുവൻ ടീമും ഉണ്ടായിരുന്നു. ഈ ഗ്യാങ്ങിൽ ഒരു ലേഡി ഉണ്ട്. ഇവിടെ നമുക്ക് ഹീറോയിൻ തന്നെ വിളിക്കാം. അങ്ങനെ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഒരു ട്രക്കിലേക്ക് അവർക്ക് ഈ യാത്രയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നേരെ ആ ഒരു മരുഭൂമിയിലേക്ക് പോകുന്നുണ്ട്. ട്രക്കിങ്ങിനെ ഒരുപാട് മലകളും കുന്നുകളും ഒക്കെ കയറി ഇറങ്ങി അങ്ങനെ ഒരുപാട് ദൂരം പോവുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഒരു 3 സയന്റിസ്റ്റുകളും വന്നിട്ടുള്ള അവരുടെ ആ ഒരു ട്രക്ക് ഇവർക്ക് കണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ ഒരു ഭാഗമൊക്കെ ഇവർ വളരെ തറവായിട്ട് തന്നെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇതിനിടയിൽ അവർക്ക് 2 അസ്ഥികൂടങ്ങൾ കിട്ടുന്നുണ്ട്. അടുത്ത് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫ്രഷ് ആയിരുന്നു. ഈ അസ്ഥികൂടത്തിന് മുകളിലായിട്ട് അവർ ധരിച്ചിട്ടുള്ള ഡ്രസ്സ് അടക്കമുണ്ട്. എന്നാൽ ഇതിനകത്ത് ഒരു കഷ്ണം പോലും ഇറച്ചി ബാക്കി ഉണ്ടായിരുന്നില്ല. ഇവരിപ്പോ ആ ഒരു സയന്റിസ്റ്റുകളുടെ അസ്ഥികൂടം തന്നെയാണ് ഇതെന്ന് കൺഫേം ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു സയന്റിസ്റ്റുകളെ കാണാതായിട്ട് ഏകദേശം 7-8 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനുള്ളിൽ ശരീരത്തിലെ ഒരു കഷ്ണം മാംസം പോലും ബാക്കി വെക്കാതെ മുഴുവൻ തിന്നു തീർക്കുന്ന ഒരു മൃഗത്തെ പറ്റിയിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലുമില്ല എന്നിങ്ങനെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ട്. മറ്റൊരുത്തൻ പറയാണ്, എനിക്കെന്തോ ഇത് മൃഗങ്ങൾ അറ്റാക്ക് ചെയ്ത പോലെ തോന്നുന്നില്ല, എന്തോ ആസിഡ് വെച്ചിട്ട് ആക്രമിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഓരോരുത്തരും ഓരോ നിഗമനത്തിലെത്താണ്. ഈ ഒരു ഭാഗമൊക്കെ ഇവർ വിശദമായിട്ട് തന്നെ പരിശോധിച്ച് നോക്കുകയാണ്. ഇതിനിടയിൽ ഒരു മൺകൂനയ്ക്ക് പിന്നിലായിട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് അസ്ഥികൂടങ്ങളും ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഷോക്ക് ആവാണ്. ഏതോ ഒരു മൃഗം ഈ സയന്റിസ്റ്റുകളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ആ മൃഗം തന്നെ അവരെ മുഴുവനായിട്ട് കഴിച്ചു തീർത്തു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ? വാ, നമുക്ക് തിരിച്ചു പോവാന്ന് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മിലിറ്ററി ഓഫീസർ പറയുന്നുണ്ട്. എന്നാൽ ഇവർ പോവാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു ഭാഗത്തെല്ലാം ഇരുട്ട് വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ യാത്ര തുടങ്ങാന്ന് ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്യാണ്. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഈ ഒരു മരുഭൂമിയുടെ സ്വഭാവം മുഴുവനായിട്ട് മാറാണ്. പകല് മുഴുവനും നല്ല ചൂടുള്ള ഈ ഒരു പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ അസ്ഥി മരവിപ്പിക്കുന്ന തണുപ്പായിരിക്കും. പകല് മുഴുവനും ഇത്രയും വലിയൊരു യാത്ര നടത്തിയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ടയേർഡായിരുന്നു. എല്ലാവരും തന്നെ ട്രക്കിന്റെ ഓരോരോ ഭാഗങ്ങളിലായിട്ട് കിടന്നുറങ്ങുകയാണ്. എന്നാൽ നമ്മുടെ ജാക്കിന് മാത്രം എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറെ സമയം അവിടെ അങ്ങനെ കിടന്നു നോക്കിയതിനു ശേഷം അവനിപ്പോ എണീക്കുകയാണ്. ഈ മരുഭൂമിയിലെല്ലാം സർഫ് ചെയ്യുന്ന തരത്തില് ഒരു സർഫിംഗ് ബോർഡ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഈ മരുഭൂമി കൂടെയൊക്കെ അവൻ അങ്ങനെ സർഫ് ചെയ്ത് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ ഹീറോയിനും അങ്ങോട്ടേക്ക് എണീറ്റ് വരികയാണ്. ഇവൾക്കും കിടന്നിട്ട് തീരെ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ തണുത്ത് വരച്ച് നിൽക്കുന്ന കഴിഞ്ഞപ്പോൾ ഹീറോ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ബോറടി മാറ്റാനായിട്ട് രണ്ടുപേരെയും ലൈഫിൽ നടന്നിട്ടുള്ള അവരുടെ ലൈഫ് സ്റ്റോറിയൊക്കെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേർക്കും ഇടയിൽ ചെറിയൊരു ക്രഷ് ഉണ്ടാവുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ജാക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡിവൈസിന്റെ ഉള്ളിൽ നിന്നും ഇപ്പോൾ അലാറം അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജാക്ക് ഓടിപ്പോയി എടുത്തു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വലിയ ഹീറ്റ് സിഗ്നേച്ചർ ഇവരിയ്ക്കുന്ന ഭാഗത്തേക്കായിട്ട് വരുന്നുണ്ട്. ജാക്കും ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ കാണാൻ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നിഴൽ രൂപത്തിലുള്ള ഒരു ജീവി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ജാക്ക് നല്ല രീതിയിൽ പേടിക്കുകയാണ്. അവനിപ്പോ ഉറക്ക ശബ്ദമുണ്ടാക്കിയിട്ട് ആ ഒരു ക്യാമ്പിലുണ്ടായിരുന്ന ആളുകൾ മുഴുവനും എണീപ്പിക്കുന്നുണ്ട്. എന്തോ ഒരു പ്രേതമാതിരി എന്തോ ഒരു ജീവിയെ ഞാൻ കണ്ടു എന്നൊക്കെ വളരെ പാനിക്കായിട്ട് അവൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും
പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യാമ്പിലുണ്ടായിരുന്ന ആരും അത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു 3 സയന്റിസ്റ്റുകളുടെ അസ്ഥികൂടം ഇപ്പോൾ മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് എവിടേക്കാ പോയത്, അത് വെച്ചിട്ട് നീ എന്താ ചെയ്തതെന്നൊക്കെ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അസ്ഥികൂടൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ സൂപ്പ് വെച്ച് കുടിക്കാൻ പോകുന്നുണ്ടോ? സത്യമായിട്ടും എനിക്കറിയില്ല അത് എവിടെ പോയിന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഹീറോയിന്റെ ആ ഒരു ഡിവൈസിൽ വീണ്ടും അലാറം അടിക്കുകയാണ്. വീണ്ടും ആ ഒരു ജീവി നിൽക്കുന്ന ഡയറക്ഷൻ ഹീറോയുടെ ഈ ഒരു ഡിവൈസിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ജോണിപ്പോ എല്ലാവരോടും ട്രക്കിലേക്ക് കയറാൻ പറയാണ്. അങ്ങനെ ഇവരുടെ ഈ ഒരു ട്രക്കില് സിഗ്നൽ കിട്ടുന്ന ഭാഗത്തേക്ക് അതിനെ ഫോളോ ചെയ്ത് പോയി നോക്കാന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ടീമിൽ മറ്റൊരു ലേഡിയും കൂടി ഉണ്ടായിരുന്നു. അവരിപ്പോ പറയാണ്, ആ ഒരു 3 സയന്റിസ്റ്റുകളെയും കൊന്നത് ഈ ഒരു ജീവിയാണെങ്കിൽ നമ്മൾ അതിന് പുറകെ പോകുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഈ ഇരുട്ടത്ത് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ബാക്ക് ഫയർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ നേരം വെളുത്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയാണ്. ഇപ്പൊ എല്ലാവർക്കും തന്നെ ലേഡി പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ വരെ ഇവർ കാത്തിരിക്കുകയാണ്. നേരം വെളുത്തതും ജാക്കിന്റെ ഡിവൈസിൽ ആ ജീവിയുടെ ലൊക്കേഷൻ തെളിഞ്ഞു വരുന്നുണ്ട്. അവരിപ്പോ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം ചെന്ന സമയത്ത് അകലെയായിട്ട് എന്തോ ഒരു രൂപം ഇവർ കാണുന്നുണ്ട്. ജോണിപ്പോ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോണ്ട, ദൂരെ നിന്നിട്ട് അതിനെ ഒബ്സർവ് ചെയ്യാന്ന് പറയാണ്. ഇവരുടെ ടീമില് ഒരു സ്നൈപ്പർ ഉണ്ടായിരുന്നു. അവൻ ആ ഒരു നിഴല് കണ്ട ഭാഗത്തേക്ക് അവന്റെ ഗണ്ണ് തിരികെയാണ്. ജീവിതത്തിൽ ഇന്ന് വരെ അവൻ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു പ്രത്യേകതരം ജീവി അവിടെ നിൽക്കുന്നതായിട്ട് അവന് കാണാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു എയിം ലോക്ക് ചെയ്തിട്ട് ഈ ജീവിക്ക് നേരെ അവൻ വെടിവെക്കുകയാണ്. ബുള്ളറ്റ് കൊണ്ടതും ആ ജീവിയുടെ ശരീരം മുഴുവനായിട്ടും ചെതറുന്നുണ്ട്. ഇപ്പൊ എല്ലാരും കൂടിയിട്ട് സന്തോഷത്തോടെ ആ ഒരു ഭാഗത്തേക്ക് ഓടിച്ചെന്ന് നോക്കുകയാണ്. എന്നാൽ ഇവർ വിചാരിച്ചതുപോലെ ആ ജീവി അവിടെ ഉണ്ടായിരുന്നില്ല. ആ സയന്റിസ്റ്റുകളുടെ അസ്ഥികൂടങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാതെ അങ്ങനെ കിളി പോയിരിക്കുകയാണ്. ജോണിന്റെ ടീമിലുള്ള ഈ ഒരു മിലിറ്ററി ഓഫീസറിലെ അവന്റെ പേര് ടൈറ്റസ് എന്നാണ്. ടൈറ്റസ് ഇപ്പൊ പറയാണ്, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തില് പണ്ടുള്ള ആളുകൾ ഒരു കഥ പറയായിരുന്നു. ഇസോളു എന്ന് പറഞ്ഞിട്ട് ഒരു മോൺസ്റ്റർ ഉണ്ട്. അതൊരു സിംഗിൾ ആയിട്ടുള്ള രൂപമല്ല, കാണാൻ ഉറുമ്പുകളുടെ മാതിരിയുള്ള ഒരു കൂട്ടാണത്. അവയെല്ലാം കൂടി ഒരുമിച്ച് ഒരു മനുഷ്യനെ ആക്രമിക്കും. നിമിഷ നേരം കൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഇറച്ചി മുഴുവനും അത് തിന്നു തീർക്കും. പിന്നീട് അതെല്ലാം കൂടി ഇത് തിന്നു തീർത്തിട്ടുള്ള ആ ഒരു അസ്ഥികൂടം അതിന് മുകളിലേക്ക് കയറിയിട്ട് ഒരൊറ്റ രൂപമായിട്ട് മാറും. ഈ ഒരു സ്കെൽട്ടൻ ഉപയോഗിച്ചിട്ടാണ് അവർ ട്രാവൽ ചെയ്യുന്നതും അടുത്ത ഇരയെ കണ്ടുപിടിക്കുന്നതും. ഈ ഉറുമ്പുകളുടെ കൂട്ടത്തിന് ഒരു ക്യൂൻ ഉണ്ട്. ആ ക്യൂനാണ് ഇവരുടെ എല്ലാം ബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്യൂൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ള ഉറുമ്പുകൾ അനുസരിക്കും. ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ മരുഭൂമിയിൽ വെച്ചിട്ട് എന്നെ ഒരു പയ്യൻ അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ കുറച്ച് മാംസം പോലും ഉണ്ടായിരുന്നില്ല. വെറും അസ്ഥികൂടം മാത്രമായിട്ടാണ് അന്ന് അത് വന്നിട്ടുണ്ടായിരുന്നത്. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടി ഗ്രാമത്തിലെത്തിയിട്ട് ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനൊരു കുട്ടിയായതുകൊണ്ട് തന്നെ ആരും എന്നെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ടൈറ്റസ് ഈ ഒരു കഥയെല്ലാം പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും അവന്റെ ടീമിലുണ്ടായിരുന്ന ആളുകൾ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവരാരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടിയിട്ട് ടൈറ്റസിനെ കളിയാക്കി ചിരിക്കുകയാണ്. ടൈറ്റസ് ഇപ്പോൾ ആരോടും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ടൈറ്റസ് പറഞ്ഞതിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാവാണ്. ഇപ്പൊ എല്ലാവരും കൂടി ട്രക്കിൽ കയറിയിട്ട് അവരുടെ ക്യാമ്പിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ അതിന്റെ എഞ്ചിൻ റൂം ഒന്നായിട്ട് നിന്ന് കത്തുന്നുണ്ട്. എല്ലാവരും പെട്ടെന്ന് തന്നെ ആ വണ്ടിയിൽ നിന്നും ചാടി പുറത്തിറങ്ങാണ്. ഹീറോയിൻ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു റേഡിയോ വഴി കൺട്രോൾ റൂമിലേക്ക് ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവരുടെ ടീമിലുള്ള ആ ഒരു ലേഡി പറയാണ്, നമ്മളെ പറ്റി ഒരു വിവരമില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ തിരഞ്ഞിട്ട് ആളുകൾ ഇവിടേക്ക് എത്തും. അതുകൊണ്ട് ആരും പാനിക് ആവണ്ട, എല്ലാവരും വെയിറ്റ് ചെയ്യാനായിട്ട് പറയാണ്. ഇവരിങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു ഭാഗത്ത് കൂടെ ഒരു പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. എല്ലാവരും ചേർന്നിട്ട് ആ പ്ലെയിനിന് നേരെ കൈ കാണിച്ച് ഉറക്കെ വിളിച്ചു പോവുകയാണ്. ഒരുപാട് നേരം ഇവർ കഷ്ടപ്പെട്ടെങ്കിലും ആ ഒരു പ്ലെയിനിലുണ്ടായിരുന്ന ആരും തന്നെ ഇവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്ലെയിൻ ഇപ്പോ അതിലേക്ക് കടന്നു പോവാണ്. ഇപ്പോ രാത്രിയായിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ലീപ്പിംഗ് ബാഗുകളിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ടൈറ്റസിന് മാത്രം ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ ടൈറ്റസ് കേൾക്കുകയാണ്. ഡൗട്ട് തോന്നിയിട്ടുള്ള ടൈറ്റസ് അവന്റെ ഗണ്ണ് എടുത്തിട്ട് വരുന്നുണ്ട്. അവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്ന മറ്റൊരാളെ ടൈറ്റസ് തട്ടി വിളിക്കുകയാണ്. എന്നാൽ ഇവനാണെന്നുണ്ടെങ്കിൽ ടൈറ്റസ് പറയുന്ന ഒന്നും കേൾക്കാതെ എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ ഒരു സ്ലീപ്പിംഗ് ബാഗിൽ നിന്നും അങ്ങനെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റസ് ഇപ്പോൾ ആ ഒരു സ്ലീപ്പിംഗ് ബാഗ് തുറന്നു നോക്കുന്നുണ്ട്. ആ ഒരു മോൺസ്റ്റർ ഉറുമ്പുകൾ ഈ സ്ലീപ്പിംഗ് ബാഗിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അതിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യനെ ജീവനോടെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ മുഖത്തുള്ള മാംസം മുഴുവനും അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം അത് തിന്നു തീർത്തിട്ടുണ്ട്. ഇത് കണ്ടിട്ട് പേടിച്ചിട്ടുള്ള ടൈറ്റസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. ടൈറ്റസിന്റെ ശബ്ദം കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്താണ്. എന്നാൽ ഈ ഒരു സമയപ്പോഴത്തേക്കും അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഉറുമ്പുകള് ടൈറ്റസിന്റെ കയ്യിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ജോൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ലീപ്പിംഗ് ബാഗിലേക്ക് ഷൂട്ട് ചെയ്യാണ്. ബാക്കിയുള്ളവർ പോയിട്ട് ടൈറ്റസിനെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ബാഗ് ഓട്ടായതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഉറുമ്പുകളെല്ലാം കൂടിയിട്ട് ടൈറ്റസിനെ കൊണ്ടുവന്ന ഭാഗം നോക്കിയിട്ട് ആ ഒരു
ഭാഗത്തേക്ക് വരികയാണ്. എല്ലാവരും ചേർന്നിട്ട് ഈ ഒരു ഉറുമ്പുകളെല്ലാം വെടിവെക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇവരെ ആക്രമിക്കാനായിട്ട് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ ജാക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഫ്യൂവൽ ക്യാൻ കയ്യിലെടുക്കുന്നത്. അതിലുണ്ടായിരുന്ന ഫ്യൂവല് ഈ ഒരു ഉറുമ്പുകളുടെ മുകളിലേക്ക് ഒഴിക്കുകയാണ്. ഫ്യൂവല് നിലത്ത് വീണ സമയത്ത് തന്നെ ആ ഒരു ഉറുമ്പുകളെല്ലാം ബാക്കോട്ടേക്ക് മാറുന്നുണ്ട്. ഈ ഉറുമ്പുകളെ ഓടിക്കാനായിട്ടുള്ള ഏക വഴി ഈ ഒരു ജീവിക്ക് പറ്റാത്തത് ആ ഒരു ഫ്യൂവലാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഹീറോ വീണ്ടും വീണ്ടും ആ ഒരു വണ്ടിക്ക് ചുറ്റും ഉറുമ്പുകൾ വരാത്ത രീതിയിൽ ആ ഫ്യൂവൽ അങ്ങനെ ഒഴിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് എല്ലാവരും ചേർന്നിട്ട് ടൈറ്റസിനെ ട്രക്കിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫ്യൂവൽ ഇങ്ങനെ നിലത്തേക്ക് ഒഴിച്ചതുകൊണ്ട് തന്നെ ആ ഉറുമ്പുകൾക്ക് അതിനടുത്തേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിപ്പോ വേറൊരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. അവിടെ കിടക്കുന്നുണ്ടായിരുന്ന എല്ലുകൂടുകളെല്ലാം ഒന്ന് ചേർന്നിട്ട് അതിന്റെ ആ ഒരു മോൺസ്റ്റർ ഫോമിലേക്ക് മാറുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ടൈറ്റസ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് വെറും കെട്ടുകഥകളല്ല, അതെല്ലാം ശരിയായിട്ടുള്ള കാര്യം എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവുന്നത്. ജോണിപ്പോ ആ ഒരു മോൺസ്റ്ററെ നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നാൽ ഹീറോ വന്നിട്ട് അവനെ തടയുന്നുണ്ട്. നീ വെറുതെ ബുള്ളറ്റ് വേസ്റ്റ് ആക്കല്ലേ, അതിനെ കൊല്ലണമെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം കൊല്ലാൻ, അല്ലാതെ കയ്യിലുള്ള ബുള്ളറ്റ് വെറുതെ വേസ്റ്റ് ആക്കരുത് എന്നിങ്ങനെ പറയാണ്. ഇത് പറഞ്ഞിട്ട് ഇവന്മാർ തമ്മിൽ അടി കൂടുന്ന സമയത്ത് ആ ഒരു മോൺസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ മണലിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ട്രക്കിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്ന ടൈറ്റസിന്റെ അവസ്ഥ വീണ്ടും മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവന് എത്രയും പെട്ടെന്ന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ വണ്ടിയില്ലാതെ ഇവർക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോകാനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഹീറോയിന് ഒരു തീരുമാനം എടുക്കുകയാണ്. ഹീറോയിനും ജാക്കും ജോണും കൂടിയിട്ട് ഇവരുടെ ആ ഒരു ക്യാമ്പിലേക്ക് നടന്നു പോകണം. ഇവരുടെ പഴയ ക്യാമ്പിൽ മറ്റൊരു വണ്ടിയുണ്ട്. നടന്നു പോയിട്ട് ആ ഒരു വണ്ടി എടുത്തിട്ട് വരും. ആ ഒരു സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലേഡി ഇല്ലേ, ആ ലേഡി ടൈറ്റസിന്റെ കൂടെ ഇവിടെ തന്നെ ഈ ഒരു ട്രക്കിലിരിക്കും. അതായിരുന്നു അവരുടെ ആ ഒരു പ്ലാന്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഇവരെല്ലാരും കൂടി നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളവും ഭക്ഷണവും പിന്നെ ഒരു ടാങ്ക് നിറച്ചും ഫ്യൂവലും എടുത്തിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ആ ഒരു കൊടും ചൂടത്ത് ഭയങ്കര കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു ഓരോ അടിയും അവർ മുന്നോട്ടേക്ക് എടുത്തു വെച്ചുകൊണ്ടിരുന്നത്. ഇതേ സമയത്ത് നമ്മുടെ ജാക്ക് നോക്കുമ്പോൾ ദൂരെ നിന്നും ഒരു മണൽക്കാറ്റ് ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗം നോക്കി വരുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഷോക്കാവാണ്. മാക്സിമം ടൈറ്റ് ആയിട്ട് കണ്ണടയ്ക്കണം, അതിനുശേഷം നിലത്ത് ഇങ്ങനെ പതുങ്ങി കിടക്കണം. അങ്ങനെ ഈ ഒരു മണൽക്കാറ്റിനെ സർവൈവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഹീറോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാറ്റ് ഇപ്പോൾ ഇവരെ തൊട്ടടുത്തേക്ക് എത്താണ്. ഹീറോ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും നിലത്ത് അങ്ങനെ പതിഞ്ഞു കിടക്കുന്നുണ്ട്. അതിഭീകരമായിട്ടുള്ള ആ ഒരു കാറ്റ് കുറച്ച് സമയത്തിന് ശേഷം ഇവർ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തുനിന്നും പോവുകയാണ്. ഇവരിങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കാറ്റിൽ ഇവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്യൂവല് കൊണ്ടുവന്ന ക്യാന് അത് മുഴുവനായിട്ടും മറിഞ്ഞു പോയിട്ടുണ്ട്. അതിലിനി വളരെ കുറച്ച് ഫ്യൂവല് മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു റഡാർ അത് മുഴുവനായിട്ടും നാശമായി പോയിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ നശിച്ചു പോയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എല്ലാവരും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് ക്യാമ്പിൽ എത്തിച്ചേരണം, നമുക്ക് ഇനി മറ്റൊരു ഓപ്ഷനും ഇല്ല. അങ്ങനെ അവർ വീണ്ടും നടത്താൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ നടന്നിട്ട് ഇപ്പോൾ രാത്രിയാവുകയാണ്. ഒരു മരത്തിന് ചുറ്റുമായിട്ട് ഇവർ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു മോൺസ്റ്റർ ഇവർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇവരുടെ ആ ഒരു ട്രക്കിലുണ്ടായിരുന്ന ടൈറ്റസിനെയും അതുപോലെ തന്നെ ആ ലേഡിയെയും കൊന്നിട്ടാണ് ഈ ഒരു മോൺസ്റ്റർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അവരുടെ രണ്ടുപേരെയും അസ്ഥികൂടങ്ങളും അതുപോലെ തന്നെ ആ ഒരു ലേഡിയുടെ ഫേസും കൺട്രോൾ ചെയ്തിട്ട് അവിടെ അതിഭീകരമായിട്ടുള്ള ഒരു രൂപത്തിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഹീറോയിന്റെ കയ്യിൽ കുറച്ച് ഫ്യൂവല് ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു ഫ്യൂവൽ എടുത്തിട്ട് അവനിപ്പോൾ അവിടേക്ക് ഒഴിക്കുകയാണ്. അതിന്റെ സ്മെല്ല് കാരണം ഈ ഒരു മോൺസ്റ്റർ തൽക്കാലത്തേക്ക് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാലും എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചു വരാന്നുള്ളൊരു ഭയത്തിൽ അവർ നേരം വെളുക്കുന്നത് വരെ എങ്ങനെയൊക്കെയോ അവിടെ സർവൈവ് ചെയ്യാണ്. പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് പോവാൻ നിൽക്കുന്ന സമയത്ത് ഒരു അലാറം ശബ്ദം കേൾക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ അവർ അവിടേക്ക് ചെല്ലുകയാണ്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ 3 ആർക്കിയോളജിസ്റ്റുകളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവർ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റേഡിയോയിൽ നിന്നുമാണ് ഈ ഒരു അലാം ശബ്ദം വരുന്നത്. ആ ഒരു റേഡിയോ വർക്കിംഗ് കണ്ടീഷനിൽ ഉള്ളതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് അവർ കൺട്രോൾ റൂമിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ആ ആർക്കിയോളജിസ്റ്റുകൾ ഒരു മൺകൂന ബോംബ് വെച്ച് തകർത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്ഥലവും ഇവിടെ തന്നെയാണുള്ളത്. 3 പേരും കൂടിയിട്ട് ലൈറ്റ് അടിച്ചിട്ട് മെല്ലെ അതിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുകയാണ്. നോക്കുമ്പോൾ ആ ഒരു മോൺസ്റ്റേഴ്സിന്റെ കൂടായിരുന്നു അത്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇതാണ് ആ ഒരു മോൺസ്റ്റേഴ്സിന്റെ കൂട്. ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഇവിടെ തന്നെയായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ആ ആർക്കിയോളജിസ്റ്റുകൾ ഈ സ്ഥലം ബോംബ് വെച്ച് തകർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ആർക്കിയോളജിസ്റ്റുകളെ ഈ മോൺസ്റ്റർ കൊന്നു കളഞ്ഞത്. അതിനുശേഷം അവർക്ക് ജീവിക്കാനായിട്ടുള്ള മറ്റൊരു കൂട് തെരഞ്ഞാണ് അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവനിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കറക്റ്റായിട്ട് മോളൊരു ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. പെട്ടെന്ന് ഇവർ മേലേക്ക് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു റേഡിയോ വഴി കൺട്രോൾ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ, അവിടെ നിന്ന് ഒരു സീനിയർ ഓഫീസർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവരെല്ലാരും കൂടിയിട്ട് അവിടെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ആ ഒരു ഓഫീസറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നാൽ അയാളാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ള കഥകളൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർ 3 പേരും ചേർന്നിട്ടാണ് ബാക്കിയുള്ള ആളുകളെ കൊന്നതെന്നാണ് അയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 3 പേരെയും അറസ്റ്റ് ചെയ്തിട്ട് വണ്ടിയുടെ പുറകിൽ വെലം കെട്ടി വെച്ചതിന് ശേഷം അവരെയും കൂട്ടി അവിടുന്ന് പോവുകയാണ്. ഈ ഒരു പോകുന്ന സമയത്തും ഇവർ ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ അയാൾക്കൊന്നും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. ഇതൊന്നും തന്നെ വർക്കാവില്ല, നമ്മൾ ഇനിയും ഇയാളുടെ കൂടെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ മോൺസ്റ്ററിന്റെ കയ്യിലേക്ക് തന്നെ പോയി പെടും എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ മുന്നിലുണ്ടായിരുന്ന ജനൽ വഴി ആ ഒരു സീനിയർ ഓഫീസറിന്റെ തലയ്ക്ക് തന്നെ ചവിട്ടുകയാണ്. സ്പോട്ടിൽ തന്നെ അയാളുടെ ബോധം പോകുന്നുണ്ട്. ഇപ്പൊ 3 പേരും കൂടി ചേർന്നിട്ട് ആ ഒരു സീനിയർ ഓഫീസറെ വണ്ടിയുടെ ബാഗിൽ കെട്ടിവെച്ചിട്ട് ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹീറോയിൻ പറയാണ്, നമ്മൾ എങ്ങനെയെങ്കിലും ആ ഒരു മോൺസ്റ്ററിന്റെ പുതിയ കൂട് കണ്ടുപിടിക്കണം, അത് നശിപ്പിച്ച്
കളയണം, അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ ആ ഒരു മോൺസ്റ്റർ കൊന്നുകളയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോൺ പറയാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത പണിയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. അങ്ങനെ ഇവർ തമ്മിൽ അതും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാവുകയാണ്. അവസാനം 3 പേരും കൂടി ഒരു ഡിസിഷനിൽ എത്തുന്നുണ്ട്. രാത്രിയാവുന്നതുവരെ നമ്മൾ ആ ഒരു മോൺസ്റ്ററിന്റെ പുതിയ സെറ്റിൽമെന്റ് തേടി നടക്കും. രാത്രിയായിട്ടും നമുക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും നമ്മൾ ഇവിടെ നിൽക്കില്ല, നമ്മൾ തിരിച്ച് സിറ്റിയിലേക്ക് പോകും. ആ ഒരു ഡീലിന്റെ പുറത്ത് അവരിപ്പോ ആ ഒരു കൂട് തെരഞ്ഞ് നടക്കുകയാണ്. കുറെ ദൂരം ഇവരങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു ടണൽ കാണുന്നുണ്ട്. അങ്ങനെ അവരെല്ലാരും കൂടി ഇപ്പൊ ആ ഒരു തുരങ്കത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. അതിൻ്റെ ഉള്ളിൽ നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിന് ബ്ലാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് കിട്ടുകയാണ്. അവളത് കയ്യിലെടുത്തിട്ട് ജോണിന് കൊടുക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു മോൺസ്റ്റർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ടോ ഇല്ല എന്നൊക്കെ അവര് ആ ഒരു ഭാഗം മുഴുവനും നിരീക്ഷിച്ച് നോക്കുകയാണ്. ഇതിനിടയിൽ പെട്ടെന്ന് ആ ഒരു മോൺസ്റ്റർ ഇവരുടെ മുന്നിലേക്ക് ചാടുന്നുണ്ട്. ഇവരെ 3 പേരെയും അത് ഇപ്പോൾ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്കിൽ നമ്മുടെ ജോണിന്റെ കാലൊടിയുന്നുണ്ട്. ഈ ഒരു ശബ്ദമൊക്കെ കേട്ടില്ല നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ആ ഒരു മോൺസ്റ്ററിനെ ഡൈവേർട്ട് ചെയ്യാണ്. തൽക്കാലത്തേക്ക് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ഹീറോയിനും കൂടിയിട്ട് ജോണിനെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ പെട്ടെന്ന് ഇവർ നടക്കുന്നതിന്റെ അടിയിൽ നിന്നും ഒരു കൈ പുറത്തേക്ക് വരുന്നുണ്ട്. അതിപ്പോ ജോണിന്റെ കാലിലേക്ക് കയറി പിടിക്കുകയാണ്. ജാക്കും ഹീറോയിനും ചേർന്നിട്ട് അവനെ രക്ഷിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു മോൺസ്റ്റർ ഭയങ്കര പവർഫുൾ ആയിരുന്നു. അതിപ്പോ ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ജോണിനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോണിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ലിക്വിഡ് അല്ലേ അത് കയ്യിലെടുത്ത് പിടിക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു മോൺസ്റ്ററിന്റെ കൂടെ കുഴിയിലേക്ക് വീഴാണ്. അവൻ നിലത്ത് വീണതും അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ജാക്കും ഹീറോയിനും കൂട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വിടുകയാണ്. ഇതിനിടയിൽ ജാക്ക് കാല് തന്നെ നിലത്തേക്ക് വീഴുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവിടെ വലിയ മുട്ട പോലെ എന്തോന്ന് ഇരിക്കുന്നുണ്ട്. അതിന്റെ ഉള്ളിലാണ് ഈ ഒരു മോൺസ്റ്റേഴ്സിന്റെ ക്യൂനുള്ളത്. ടൈറ്റസ് ഒരു സീനിൽ ഈ ഒരു മോൺസ്റ്റർ ഉറുമ്പുകൾക്ക് ഒരു റാണിയുണ്ട്, അതാണ് ഇതിന്റെ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു ക്യൂൻ ഇത് തന്നെയായിരുന്നു. കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു മോൺസ്റ്റർ ഉറുമ്പുകൾ മുഴുവനും ഇവരുടെ ചുറ്റും വളയാണ്. ഇപ്പൊ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യൂവിനെ കൊന്നുകളയെ, അങ്ങനെ നമുക്ക് ഇവരുടെ അടുത്ത് രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചിട്ട് ആ ക്യൂനിനെ കുത്തി കൊല്ലാണ്. റാണിയുടെ മൈൻഡ് വഴി ഈ മുഴുവൻ ജീവികളും കണക്റ്റഡ് ആയിരുന്നു. റാണി മരിച്ചതും ബാക്കിയുണ്ടായിരുന്ന എല്ലാ ജീവികളും ഇപ്പോൾ മരിച്ച നിലത്തേക്ക് വീഴാണ്. ഇപ്പൊ ഹീറോയിനും ചേർന്നിട്ട് ആ ഒരു സ്ഥലം മുഴുവനും ബോംബ് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ആ ഒരു തുരങ്കം മുഴുവനും ഇപ്പോൾ പൊട്ടിത്തെറിച്ചിട്ട് ഇടിഞ്ഞു വീഴാണ്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആ ഒരു ഓഫീസറിനെ വണ്ടിയുടെ ഉള്ളിൽ വിലങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അയാളെ ആ ഒരു മോൺസ്റ്റർ കൊന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കണ്ട സമയത്ത് രണ്ടുപേരും ഷോക്കായിട്ട് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഒരു വിധത്തില് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലമൊന്നും വിട്ടിട്ട് പോകാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹീറോയിനാണെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. എനിക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് പോയാൽ മതി, ഞാൻ ഈ ഒരു ലോകം മുഴുവനും ചുറ്റി കറങ്ങാൻ പോവാണ്. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് അവൾ എത്തിയത്. ഇപ്പൊ രണ്ടുപേരും അവിടുന്ന് കിസ് ചെയ്യാണ്. ഈ ഒരു സമയത്തേക്കും ഹീറോയിന് പോകാനായിട്ടുള്ള ആ ഒരു ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. അവൾ ആ ഒരു ടാക്സിയിൽ കയറിയിട്ട് അവിടുന്ന് പോവാണ്. നമ്മുടെ ജാക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു നാട്ടിൽ തന്നെ സെറ്റിൽ ആവാണ്. ഈ ഒരു സീനെ കാണിച്ചിട്ട് സിനിമയോട് വെച്ചിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.